നമസ്കാരം. മധ്യകേരളത്തിൽ ദുരിതം വിതച്ച് പേമാരി. കൊച്ചിയിൽ മേഘവിസ്ഫോടനമുണ്ടായി. 1 മണിക്കൂറിൽ 102 മില്ലിമീറ്റർ മഴ പെയ്തതായാണ് കുസാറ്റിന്റെ കണക്ക്. നഗരം വെള്ളക്കെട്ടിൽ മുങ്ങി. ഇൻഫോ പാർക്ക് ക്യാമ്പസിലും വെള്ളക്കെട്ടുണ്ടായി. കോട്ടയത്ത് ഉരുൾപൊട്ടി. ഇടമറുകു ഭാഗത്ത് 7 വീടുകൾക്ക് കേടുപാടുണ്ടായി. മീനച്ചിലാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പെരുമഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. വെള്ളക്കെട്ടിന് പരിഹാരമില്ലേ? പെരുമഴ പെയ്ത്ത് തുടരുമോ? മേഘവിസ്ഫോടനത്തിന്റെ കാരണം എന്താണ്? മുൻകരുതൽ എങ്ങനെ വേണം? ഈ പരിപാടിയിൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ, അതായത് ഇന്ന് പ്രളയം നാശം വിതച്ച മേഖലകളിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് റിയ ബേബി, ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായണൻ, കോട്ടയത്ത് നിന്ന് ഷിനോജ്, തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനമർമ്മൻ എന്നിവർ ചേരും. ഒപ്പം വിദഗ്ധ അഭിപ്രായവുമായി ഡോക്ടർ അജിൽ കുസാറ്റിലെ റഡാർ സെന്ററിൽ നിന്നും കൊച്ചിയുടെ കാര്യം പ്രത്യേകിച്ച് സവിശേഷമായി മഴയുടെ സാഹചര്യം ചർച്ച ചെയ്യാൻ വേണ്ടി കൊച്ചി നഗരസഭാ കൗൺസിലർമാർ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായ ദീപ്തി മേരി വർഗീസും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ CA ഷക്കീറും പങ്കുചേരും. പെരുമഴ പെയ്ത്തിന് കാരണമെന്ത്? റിയ ബേബി കൊച്ചിയിൽ നിന്ന്. റിയ, കൊച്ചിയിൽ ഇന്നുണ്ടായത് അഭൂതപൂർവമായ മഴയാണ്. പ്രത്യേകിച്ച് രാവിലെ 9 മണി മുതലുള്ള 1 മണിക്കൂറിൽ 100 മില്ലിമീറ്ററിലധികം മഴ പെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഉണ്ടാകാത്തതാണ്. മേഘവിസ്ഫോടനം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രതിഭാസം തന്നെ ഉണ്ടായി. നഗരം, അതുപോലെ തന്നെ തൃക്കാക്കര, കളമശ്ശേരി മേഖലകളൊക്കെ വലിയ തോതിൽ വെള്ളം കയറുന്ന അവസ്ഥ നേരിടുകയും ചെയ്തു. ഇപ്പോൾ കാര്യങ്ങൾ ബെറ്ററാണോ എന്നുള്ളത് അറിയണം. ഒപ്പം എങ്ങനെയായിരുന്നു ആ വലിയ മഴയുടെ അതിൻ്റെ ദുരിതത്തിൻ്റെ അനുഭവം? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിലെ ജനങ്ങളെ ഒന്നാകെ ആശങ്കയിലാക്കിയ, വെള്ളത്തിൽ മുക്കിയ 1 മണിക്കൂറുകളായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. 101 മില്ലിമീറ്ററിന് മുകളിലേക്ക് മഴ കനത്ത് പെയ്തപ്പോൾ കൊച്ചി നഗരത്തിലെ പലയിടങ്ങളിലും, അത് നഗരം മാത്രമല്ല എറണാകുളം ജില്ലയിലെ തന്നെ വിവിധ ഇടങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്ന കാഴ്ച കണ്ടു. നമ്മൾ പ്രളയ സമയത്തൊക്കെ കണ്ടതുപോലെ വാഹനങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകുന്ന കാഴ്ച ഉണ്ടായി. നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി. ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ജീവനെടുത്ത ഒരു സംഭവം കൂടിയുണ്ട്. പെരുമ്പാവൂരിലൊക്കെ ഒരു വിദ്യാർത്ഥി കുളിക്കാനിറങ്ങി പിന്നീട് ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയും മരണപ്പെടുകയും ചെയ്ത തരത്തിലുള്ള ദുഃഖവാർത്തകൾ ഈ മഴയ്ക്ക് ശേഷം എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളമുണ്ട്. ആ വെള്ളക്കെട്ടിന്റെ ദുരിതം ആളുകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇൻഫോ പാർക്ക് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ നമ്മൾ കണ്ടതാണ്. ഇൻഫോ പാർക്കിന്റെ പരിസരം, ആ റോഡുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിയത്. അതേ സാഹചര്യം, അതേ ദുരിതം ഇത്തവണയും അവിടെയുള്ള ആളുകൾ അനുഭവിച്ചു. ഇൻഫോ പാർക്ക് കെട്ടിടത്തിനകത്തേക്ക് കയറാനാകാത്ത വിധം ആ പ്രദേശം ഒന്നാകെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായി. തൃക്കാക്കരയിലും സമാനമായ ദുരിതപ്പെയ്ത്തായിരുന്നു. ആ പ്രദേശത്ത് വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. വാഹനങ്ങൾ വെള്ളത്തിലൂടെ ഒലിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. തോടിലേക്ക് കാറ് മറിഞ്ഞ് ഡ്രൈവർ രക്ഷപ്പെട്ടു. പക്ഷേ വാഹനം ഏറെ പണിപ്പെട്ടാണ് അവിടെ നിന്ന് പുറത്തെത്തിച്ചത്. ഈ ദേശീയപാതയിലുടനീളം മണിക്കൂറുകളോളമാണ് ഈ ദുരിതപ്പെയ്ത്തിന് ശേഷം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത്. 103 മില്ലിമീറ്ററും അതോടൊപ്പം തന്നെ പള്ളുരുത്തി അടക്കമുള്ള മേഖലയിൽ ഏതാണ്ട് 100 മില്ലിമീറ്റർ, കളമശ്ശേരിയിൽ 150-നോടടുത്ത് മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു മേഘവിസ്ഫോടനമാണോ എന്നതാണ് പലരും മുന്നോട്ട് വെക്കുന്നത്. ഈ വേനൽക്കാലത്ത്, മൺസൂൺ കാലത്തൊക്കെ അത് ഏറ്റവും സാധ്യതകളുണ്ട്. എന്തായാലും കാരണം എന്താണെന്നറിയില്ല. പക്ഷേ അത്രയും വലിയ ദുരിതപ്പെയ്ത്തായിരുന്നു എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഉണ്ടായത്. ഫോർട്ട് കൊച്ചി മേഖലയിൽ വലിയ മരങ്ങൾ കടപുഴകി KSRTC ബസ്സിന് മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. വള്ളം മറിഞ്ഞ് 6 പേർ മുങ്ങി. അവരെ രക്ഷപ്പെടുത്താനായി എന്നത് മാത്രമാണ് ആശ്വാസകരം. പലയിടങ്ങളിലും ആളുകൾക്ക് ദുരിതത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ശാന്തിനഗർ കോളനിയിൽ PND കോളനിക്കാരെ പുനരധിവസിപ്പിച്ച ഇടങ്ങളിൽ വീടുകൾ, ഫ്ളാറ്റുകൾ ചോർന്നൊലിക്കുന്ന ദുരിത കാഴ്ച നമ്മൾ കണ്ടു. കളമശ്ശേരിയിൽ ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ഏതാണ്ട് വാതിലിന് മുകളിലേക്ക് വെള്ളം ഇരച്ചു കയറിയ ആളുകൾ അവിടെ കുടുങ്ങിപ്പോകുന്നു. ഭക്ഷണവുമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോകുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായി. എന്തായാലും വലിയ ആശങ്കയിലാണ് എറണാകുളം ജില്ലയാകെ ഉണ്ടായത്. ഇനി അടുത്ത ദിവസങ്ങളിലും സമാനമായി ഇത്രയും ഉയർന്ന തോതിൽ മഴ പെയ്താൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. സമ്പാദിച്ച വാഹനങ്ങൾ, വീടുകളൊക്കെ വെള്ളത്തിലാകുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും ഇനിയും ഉണ്ടാവുക എന്ന ആശങ്കയാണുള്ളത്. ഇതിനെങ്ങനെ ഒരു പ്രതിവിധി ഉണ്ടാകും? കാനകളിലെ ഒഴുക്ക് സുഗമമായിട്ടില്ല. ഓടകൾ പ്രതിസന്ധിയിലാണ്. ഒപ്പം തന്നെ കൊച്ചിയിലെ കായലുകൾ, കനാലുകൾ ഒക്കെ വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ വിജയം കണ്ടു. അത് ഇത്രയും വലിയ അളവിൽ മഴ പെയ്തതാണ് പ്രതിസന്ധിയായത് എന്നതൊക്കെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും ആളുകൾക്ക് ഈ മഴ, കാലവർഷം ശക്തിയാവുന്നതിന് മുമ്പ് തന്നെ ഒരു ദുരിതം അനുഭവിക്കേണ്ട സാഹചര്യമാണ്. തീർച്ചയായും റിയ, എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ, കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ മഴയാണ്. കൊച്ചിയിൽ ഇൻഫോ പാർക്ക് ക്യാമ്പസ് ഇത് 2ാമത്തെ തവണയാണ് മുങ്ങുന്നത്. വരുന്ന ദിവസങ്ങളിലും സമാനമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇപ്പോൾ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ കാര്യം പറഞ്ഞല്ലോ. കഴിഞ്ഞതിന് മുൻപത്തെ വർഷം മേയർ നൽകിയ ഉറപ്പുണ്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടി കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാവില്ല എന്ന്. എക്സസ് മഴ പെയ്താൽ സ്വാഭാവികമായും വെള്ളം ആ സമയത്തുണ്ടാകും. പക്ഷേ
മുമ്പത്തേതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നത്, അതായത് കുറേ നേരം വെള്ളക്കെട്ട് എന്ന അവസ്ഥ ഇപ്പോഴുണ്ടോ അതോ മുൻപത്തേക്കാൾ ബെറ്റർ ആണോ കാര്യങ്ങൾ? തീരമേഖലയിലൊക്കെ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വെള്ളം കയറുന്ന ശാന്തിനഗർ അടക്കമുള്ള കോളനികൾ, കാക്കനാട് ചില മേഖലയിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഏത് നിമിഷവും ആളുകൾക്ക് ഈ വെള്ളം ഇത്രയും തോതിൽ കയറിയാൽ അവിടെ നിന്ന് മാറ്റാനുള്ളൊരു ക്രമീകരണം ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ ഈ മുല്ലശ്ശേരി കനാലടക്കം ജില്ലാ കളക്ടർ എത്തി സന്ദർശിക്കുകയും പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറഞ്ഞു എന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഈ മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം അവിടെ നിന്ന് നീക്കിയാണ് ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം കാണുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കോർപ്പറേഷൻ അടക്കം പറയുന്നത് ഇത്രയും തോതിൽ വെള്ളം ഒഴുകി വരുമ്പോൾ മറ്റു മാർഗങ്ങളില്ല, അത് സ്വാഭാവികമായി ഈ നഗരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ ആളുകൾക്ക് ആ സ്വാഭാവിക പ്രതിസന്ധിയെ അത്ര കണ്ട് നിസ്സാരമായി ഏറ്റെടുക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എത്ര കണ്ട് ഫലപ്രദമായി എന്നതിന് ഉത്തരം തന്നെയാണ് ഈ മഴ പെയ്തിട്ടും അവിടെ കെട്ടിനിൽക്കുന്ന വെള്ളം. ശാന്തിനഗർ കോളനി, എറണാകുളം KSRTC, MG റോഡ്, തൃക്കാക്കര, അതോടൊപ്പം തന്നെ ആലുവ ഭാഗം, കളമശ്ശേരി ഒക്കെ ഈ നഗരസഭയും ഒക്കെ എന്താണ് ചെയ്തത് ഇത്രയും നാള് എന്ന ചോദ്യം കൃത്യമായി തന്നെ അവരോട് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വെള്ളം മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ചാണ് കൊച്ചി നഗരത്തിൽ മാറ്റുന്നത്. മറ്റിടങ്ങളിൽ മണിക്കൂറുകളോളം വെള്ളക്കെട്ടിൽ ആളുകൾ നിൽക്കേണ്ടി വരുന്ന ഗതികേട് തന്നെയാണുള്ളത്. യെസ്, രഘുനാഥ് നാരായണൻ ആലപ്പുഴയിലെ വിവരങ്ങൾ നൽകും. രഘു, മഴ എത്ര വലിയ നാശമാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്? സാധാരണ നിലയിൽ നമുക്കറിയാം ആലപ്പുഴയൊക്കെ പ്രതിസന്ധിയിലാവുന്നത് കാലവർഷം തുടങ്ങി ഒരു മാസം പിന്നിടുന്ന ഘട്ടത്തിലൊക്കെയാണ് നമ്മൾ പല ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ കാലവർഷം കേരളത്തിലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ വേനൽ മഴയുടെ ഒരു എക്സ്റ്റൻഷനാണ് കാണുന്നത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയോ? അതെ അഭിലാഷ്, വലിയ ബുദ്ധിമുട്ടിലേക്കാണ് ആലപ്പുഴയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ആരംഭിച്ച മഴ ഇന്ന് ഉച്ചയോടുകൂടിയാണ് തോർന്നത്. മാത്രമല്ല അതിശക്തമായ കാറ്റും വീശി. അങ്ങനെ കാറ്റ് വീശിയപ്പോഴാണ് ഓലകെട്ടി സ്വദേശിയായ അരവിന്ദിൻ്റെ ദേഹത്തേക്ക് വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന തെങ്ങ് കടപുഴകി വീണത്. അദ്ദേഹം സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു. ഒപ്പം തന്നെ ഈ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം, കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കിഴക്കൻ വെള്ളം വരുന്നതാണ് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. പക്ഷേ അങ്ങനെ കിഴക്കൻ വെള്ളത്തിൻ്റെ കാര്യമായ വരവില്ലാത്തത് കൊണ്ട് തന്നെ സാധാരണ നിലയിൽ വെള്ളം കയറുന്ന കുട്ടനാടിൻ്റെ അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിലൊന്നും അത്ര കാര്യമായ വെള്ളമില്ല. പെയ്ത്ത് വെള്ളമുണ്ട്, അത് തോട്ടപ്പള്ളി പൊഴി വഴി ഒരു മിനിമം രീതിയിൽ ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ ആലപ്പുഴയിൽ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി, പെയ്ത്ത് മഴ അതിശക്തമായതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദേശീയപാതയുടെ ഓരങ്ങളിൽ താമസിക്കുന്നവർക്കാണ് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചില ഇടങ്ങളിലൊക്കെ 6 അടി വരെയാണ് ഹൈവേ പൊക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അത്ര പൊക്കത്തിൽ തന്നെ ഓടയും പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളം ഒഴിഞ്ഞു മാറാനുള്ളൊരു സാഹചര്യമില്ല. അത് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട്. നമ്മൾ ആലപ്പുഴയുടെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടതും വലതേക്കും നോക്കിയാൽ ഒരു ഭൂരിഭാഗം സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. അത് കിഴക്കൻ വെള്ളമല്ല, മറിച്ച് ഈ പെയ്ത വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യമില്ലാതാണ്. കായംകുളത്തടക്കം നമ്മുടെ റിപ്പോർട്ടർ കണ്ണൻ നായരുടെ വീട്ടിലൊക്കെ പ്രളയ സമയത്ത് പോലും വെള്ളം വരാത്തതാണിപ്പോൾ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളമുണ്ട്. അത്തരത്തിൽ ഇതുവരെ വെള്ളം കയറാത്ത ഇടങ്ങളിൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്ന ദുരവസ്ഥയാണുള്ളത്. മഴ അല്പം മാറി നിന്നെങ്കിലും രാത്രിയോടുകൂടി ആരംഭിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മുൻപ് വരെ അതിശക്തമായ മഴയായിരുന്നു. ഇപ്പോഴും തുള്ളി തുള്ളി പെയ്യുന്നുണ്ട്. രാത്രിയിലും മഴയുണ്ട്, ഒപ്പം തന്നെ വലിയ കാറ്റും അടിക്കുന്നുണ്ട്. അതാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു തീർച്ചയായും. അതായത് പെയ്ത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ്. അവിടെ മഴ പെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. എക്സസ് റെയിൻഫോൾ തന്നെയാണ് ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കോട്ടയത്തേക്ക് കൂടി ഒന്ന് പോയാൽ, കോട്ടയം ജില്ലയിലാണ് ഇന്ന് ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷിനോജ് ഉണ്ട് അവിടെ. ഷിനോജ്, വലിയ മഴ, അതായത് മഴക്കാലം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത്, അതായത് ജൂൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആശങ്കയാണ്. മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടോ? മലയോര മേഖലകളിൽ ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? പക്ഷേ ഇന്ന് രാവിലെ 7 മണി മുതൽ ഉച്ചവരെ കനത്ത മഴയായിരുന്നു കോട്ടയത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് കാര്യമായ രീതിയിൽ തന്നെ ശമനമുണ്ട്. അതേസമയത്ത് തന്നെ നിലവിൽ ജില്ലയിൽ ഏറ്റവും വലിയ ആശങ്കയിൽ നിൽക്കുന്നത് വെള്ളക്കെട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് പാല, ഇരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോഴും അതിശക്തമായ വെള്ളക്കെട്ട് റോഡിൻ്റെ പല ഭാഗത്തും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. പല റോഡുകളും, പ്രധാനപ്പെട്ട റോഡുകളും ഒക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലുമാണ് നിലവിൽ കഴിയുന്നത്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ നേരത്തെ ഒരു ഉച്ചയോടുകൂടി ഉരുൾപൊട്ടലും ഉണ്ടായത്. ഇരാറ്റുപേട്ടയ്ക്ക് സമീപമുള്ള ഇടമർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഉരുൾപൊട്ടിയത്. പ്രത്യേകിച്ച് ആളപായം ഒന്നും തന്നെ ഇല്ല. അതേസമയത്ത് തന്നെ 7 വീടുകൾക്ക് കേടുപാടുണ്ടായി. മറ്റൊരു സ്ഥലത്ത് കൂടി, തലനാട് പഞ്ചായത്തിലെ മറ്റൊരു സ്ഥലത്ത് കൂടി
ഉരുൾപൊട്ടിയതായി നാട്ടുകാരൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഒരു സ്ഥിരീകരണം, ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ആരും തന്നെ ഇതുവരെ നടത്തിയിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ 2-3 സ്ഥലത്തൊക്കെ ഉരുൾപൊട്ടിയതായാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലും പ്രകൃതിക്ഷോഭമൊക്കെ മഴ കാര്യമായി തുടങ്ങുന്നതിന് മുൻപ് തന്നെ കോട്ടയത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല കോട്ടയത്തെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ ആശങ്കയെ നിൽക്കുന്നത് അത് ഈ പടിഞ്ഞാറൻ മേഖലയിൽ, പ്രത്യേകിച്ച് കുമരകം, അയ്മനം, ഇല്ലിക്കൽ പോലെയുള്ള ജില്ലയിലെ ഏറ്റവും താഴ്ന്ന മേഖലകളാണ് മഴ ഏറ്റവും സാരമായി ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ പെയ്യുന്ന വെള്ളം അത് മീനച്ചിലാറിലൂടെയും മണിമലയാറിലൂടെയും ഒക്കെ നേരെ ഒഴുകിയെത്തുന്നത് 2-3 ദിവസമൊക്കെ എടുത്തതിന് ശേഷം ഒഴുകിയെത്തുന്നത് കോട്ടയത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലാണ്. അതായിരിക്കും ജില്ലയിൽ ഏറ്റവും അധികം രൂക്ഷമായി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിലവിലെ ഈ മഴ പോലും നാളെ ഉച്ചയ്ക്ക് ശേഷമോ ഒക്കെ ഒരു കോട്ടയത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളെ വളരെ ആശങ്കയിലാക്കാൻ സാധ്യതയുണ്ട്. പല മേഖലകളിലും ഇപ്പോൾ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മീനച്ചിലാറിന് തീരത്ത് താമസിക്കുന്ന ആളുകളടുത്തൊക്കെ ഇതിനോടൊപ്പം തന്നെ മാറി സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് എത്താൻ ജില്ലാ കളക്ടർ ഇതിനോടൊപ്പം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പല മീനച്ചിലാറും അതുപോലെ തന്നെ മണിമലയാറിനുമൊക്കെ പല ഭാഗങ്ങളിലും വെച്ച് അത് കരകവിഞ്ഞ് ഒഴുകിയിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഇനി പ്രധാനപ്പെട്ട ആശങ്ക ഈ ശക്തമായ രീതിയിലുള്ള മഴ, ഇന്ന് രാവിലെയൊക്കെ പെയ്തതുപോലെയുള്ള മഴ കോട്ടയത്തിൻ്റെ മലയോര മേഖലകളിൽ ഇന്ന് രാത്രി കൊണ്ടും കനക്കുകയാണെങ്കിൽ അത് വരുന്ന ദിവസങ്ങളിൽ കോട്ടയത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളെ വളരെ ആശങ്കയിലാക്കുന്ന കാര്യമാണ്. ഷിനോജ്, ഇപ്പോൾ മലയോര മേഖലകളിലേക്കൊക്കെ യാത്രയ്ക്ക് പോകുന്നവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ടൂറിസം അടക്കമുള്ള കാര്യങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഭീഷണിയെ വളരെ ഗൗരവമായി തന്നെ കാണുന്നുണ്ടോ? ഉരുൾപൊട്ടൽ ഇപ്പോൾ മഴ ഒന്ന് ശമിച്ചു നിൽക്കുകയാണെങ്കിൽ പോലും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാണോ? പക്ഷേ കോട്ടയത്തിൻ്റെ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ എല്ലാ മഴയത്തും നമ്മൾ സാധാരണ റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഉരുൾപൊട്ടലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൂട്ടിക്കലൊക്കെ നമുക്ക് മുന്നിലുള്ള പാഠങ്ങളാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വളരെ കർശനമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് ജില്ലാ ഭരണകൂടം നിലവിൽ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഒരിടത്ത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കൂടി ഉണ്ടായ സ്ഥിതിക്ക് പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങൾ, അതായത് ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽക്കല്ല്, മാർമല അരുവി തുടങ്ങിയ ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടുകളിലൊക്കെ തന്നെ പ്രവേശനത്തിന് വിലക്കുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ടൂറിസം മേഖലയായ ഈരാറ്റുപേട്ട, വാഗമൺ റൂട്ടിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനമുണ്ട്. അത്തരത്തിലുള്ള കർശനമായ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നൽകുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഈരാറ്റുപേട്ടയ്ക്ക് മുകളിലോട്ടുള്ള പ്രധാനപ്പെട്ട ചില ഗ്രാമപ്രദേശങ്ങളുണ്ട്, ഉൾഗ്രാമപ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ഉരുൾപൊട്ടലിന് സാധ്യത വളരെ പ്രധാനപ്പെട്ട സാധ്യതകളുള്ള ഒരു മേഖലകൾ കൂടിയാണ്. അത്തരം സ്ഥലങ്ങളിലാണ് ഏറ്റവും വലിയ ആശങ്കയും നിലവിൽ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ മഴയത്തൊക്കെ തന്നെ അവിടേക്ക് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. ആ മേഖലകളിലെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ നിലവിൽ പരിഭ്രാന്തരായിരിക്കുന്നത് എന്ന് കൂടി പറയേണ്ടി വരും. ബാക്കി ടൂറിസം മേഖലകളിലേക്കുള്ള യാത്രയ്ക്കും അതുപോലെ തന്നെ പ്രവേശനത്തിനുമൊക്കെ ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ വിലക്കും നിരോധനവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് തിരുവനന്തപുരത്തേക്ക് കൂടി വരണം. അമൽ തേനമ്പറമ്പിലുണ്ട്. എറണാകുളത്തെ പോലെ തന്നെ തിരുവനന്തപുരത്തും കനത്ത മഴയാണ്. തിരുവനന്തപുരത്തുള്ള ഒരു സാഹചര്യം കിള്ളിയാർ കരകവിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നഗരത്തിൽ തന്നെ വെള്ളക്കെട്ട് രൂപം കൊള്ളാനുള്ള സാധ്യത പോലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മഴ തുടരുകയാണെങ്കിൽ അമൽ, എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം? തിരുവനന്തപുരത്ത് മലയോര മേഖലയിലും നഗരമേഖലയിലും തീരമേഖലയിലും ഒരുപോലെ തന്നെ മഴ പ്രശ്നം വിതയ്ക്കുകയാണ്. തീരമേഖലയിലാണെങ്കിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടു. അതോടൊപ്പം തന്നെ 2 വള്ളമാണ് ചെറിയ ഇടവേളകൾക്കിടയിൽ മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ടത്. മലയോര മേഖലയിലെ കാര്യം പരിശോധിച്ചാൽ പൊന്മുടി അടക്കമുള്ള മേഖലയിൽ, അരുവിക്കര അടക്കമുള്ള മേഖലയിലെല്ലാം അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. നഗരമേഖലയിലാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വെള്ളക്കെട്ട് തന്നെയാണ്. വെള്ളക്കെട്ടിന് ഇപ്പോഴും പരിഹാരം കണ്ടെത്താനാകുന്നില്ല. ഇന്ന് ഇപ്പോഴത്തെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്തിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ കഴിയുന്നു. പക്ഷേ ഇപ്പോഴും നഗരത്തിൻ്റെ പലയിടങ്ങളിലും വലിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അരുവിക്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ആ വെള്ളം താഴേക്ക് ഒഴുകി ഇറങ്ങി കിള്ളിയാറിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായും കിള്ളിയാറിൻ്റെ തീരത്തുള്ള സ്ഥാപനങ്ങളിലും കടകളിലും ഈ പറയുന്ന വീടുകളിലുമൊക്കെ വെള്ളം കയറിയ ബുദ്ധിമുട്ട് ഇപ്പോൾ നേരിടുന്നുണ്ട്. പല വീടുകളിലും വെള്ളക്കെട്ട് എന്ന് തന്നെ പറയാൻ പറ്റുന്നതിനുള്ള അവസ്ഥ. തിരുവനന്തപുരം നഗരത്തിൽ മഴ മാറി നിന്നു സഹായിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മഴ കൂടി പെയ്തിരുന്നുവെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും കാര്യങ്ങൾ ഗുരുതരമായേനെ. രാത്രി മഴയുണ്ടാകും എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതനുസരിച്ചാണ് എങ്കിൽ നാളെയും തിരുവനന്തപുരത്തെ സ്ഥിതി ശരിയാകാനുള്ള ഒരു വിധത്തിലുള്ള സാധ്യതയും കാണുന്നില്ല. കാരണം ഈ നഗരത്തിൽ മഴ പെയ്തില്ല എങ്കിലും ഈ നഗരത്തിന് മുകളിലുള്ള മലയോര മേഖലയിലുള്ള അണക്കെട്ടുകൾ തുറന്നുവിടുമ്പോൾ സ്വാഭാവികമായും വെള്ളം താഴേക്ക് വരുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകും. അതാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് കാരണം. മഴ ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പ്. നമ്മൾ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് കാലവർഷത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ട്രെയിലർ മാത്രമാണ്. ഇനിയാണ് മഴ
അങ്ങോട്ട് പടമങ്ങ് വരാനിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടി ഉണ്ടായില്ല എങ്കിൽ പിന്നീട് എന്നുണ്ടാകും എന്നൊരു ചോദ്യമാണ് തിരുവനന്തപുരംകാർ ചോദിക്കുന്നത്. കാലവർഷം ഇങ്ങ് എത്തിക്കഴിഞ്ഞു, അതിന് മുന്നോടിയായി ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമാണ്, അപ്പോഴും മഴയാണ്. അതിനാൽ തന്നെ പ്രതിസന്ധി പരിഹരിച്ചില്ല എങ്കിൽ തിരുവനന്തപുരം കാലവർഷത്തിൽ വെള്ളത്തിൽ മുങ്ങുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. തീർച്ചയായും അതാണ് നമ്മളിപ്പോൾ വലിയ മഴ ഉണ്ടായിട്ടുള്ള മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും സാഹചര്യമാണ് പരിശോധിച്ചത്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു തത്സമയം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഡോക്ടർ അജിൽ, അദ്ദേഹം കുസാറ്റിലെ റഡാർ സെന്ററിലാണുള്ളത്. ഡോക്ടർ അജിൽ, 9:05 മുതൽ 10:05 വരെയുള്ള സമയത്ത് 103 മില്ലിമീറ്റർ മഴ പെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ലഘു മേഘവിസ്ഫോടനവുമല്ല, മേഘവിസ്ഫോടനം തന്നെയാണ്, ക്ലാസിക്കൽ ക്ലൗഡ് ബേസ്റ്റ് ആണ്. ഇത് കേരളത്തെ സംബന്ധിച്ച് നേരത്തെ മുതൽ സംഭവിക്കുന്നതാണോ? എന്തുകൊണ്ടാണ് കൊച്ചിയിൽ അങ്ങനെ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായത്? ഹലോ, കേൾക്കാം. പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ശരിയാണ്. ഇന്ന് 1 മണിക്കൂറിൽ തന്നെ നമ്മുടെ കുസാറ്റിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ഏകദേശം 100 മില്ലിമീറ്ററോളം മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ അതിശക്തമായ മഴയുടെ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. ഇതിന് എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യം ഉണ്ടായി എന്നതിനെക്കുറിച്ച് വിശദമായി പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന തെക്ക് പടിഞ്ഞാറൻ തീരത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചൊന്ന് അവലോകനം ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് വരാം. നമ്മുടെ ഡേറ്റ ഒബ്സർവേഷൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10, 30, 40 കൊല്ലത്തെ ഒബ്സർവേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സവിശേഷമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് കോസ്റ്റിൽ, എൻ്റയർ വെസ്റ്റ് കോസ്റ്റിൽ മുഴുവൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൗത്ത് വെസ്റ്റ് കോസ്റ്റ്, അതായത് കേരളം ഉൾപ്പെടുന്ന തീരപ്രദേശത്താണ് ഹ്യൂമിഡിറ്റിയുടെ അക്യുമുലേഷൻ ഏറ്റവും കൂടുതൽ കൂടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മേഘങ്ങളുടെ രൂപീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ബാഷ്പമാണ്. അപ്പോൾ അതിൻ്റെ കേന്ദ്രീകരണം ഏറ്റവും കൂടുതൽ കൂടിയേക്കുന്നതും കൂടി വരുന്നതായിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളം ഉൾപ്പെടുന്ന സൗത്ത് വെസ്റ്റ് കോസ്റ്റാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെയുള്ള കാരണത്തിലേക്ക് നമ്മുടെ ഒരു പ്രദേശം മാത്രം അങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും നമ്മുടെ സമീപ പ്രദേശത്തുള്ള അറബിക്കടലിൻ്റെ ഫാമിംഗ് ആണ്. ഇപ്പം ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ 30 കൊല്ലത്തെ ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരള തീരത്തുള്ള അറബിക്കടലിൻ്റെ പ്രദേശം ഏകദേശം 28 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഈ 28 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ വാല്യൂ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ചൂട് ഏകദേശം ഒരു 28 ഡിഗ്രി കൂടുതൽ കൂടുകയാണെങ്കിൽ ആ പ്രദേശത്ത് കൂടുതൽ ശക്തമായിട്ടുള്ള മേഘരൂപീകരണത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പോൾ ഈ ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ റിയാലിറ്റിയാണ്, നമ്മുടെ ഒബ്സർവേഷനിൽ നിന്ന് ഞങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഈ ഭാഗത്ത് കാണുന്ന കടൽ കാണുന്ന വാമിങ്, ചൂട് കൂടുന്ന പ്രതിഭാസം നമ്മുടെ ഈ ഭാഗത്ത് കാണുന്ന ഹ്യൂമിഡിറ്റിയെ അല്ലെങ്കിൽ ബാഷ്പത്തെ കൂടുതൽ രണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് കപ്പിൾ ചെയ്ത് നിൽക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള സിഗ്നൽ കാണുന്നൊരു പ്രദേശം നമ്മുടെ വെസ്റ്റ് കോസ്റ്റിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ സൗത്ത് വെസ്റ്റ് കോസ്റ്റാണ്, കേരളത്തിൽ സൗത്ത് വെസ്റ്റ് കോസ്റ്റാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഇന്നത്തെ മഴയുടെ സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യാൻ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമുക്ക് ലഭിച്ച മഴ ഒരു വേനൽ മഴയുടെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താമായിരുന്നു. പക്ഷേ ഈ ആഴ്ച ആ ഒരു സാഹചര്യം വളരെയധികം മാറിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ മൺസൂണിൻ്റെ തുടക്കം ഏകദേശം ആയിട്ടുണ്ട്, അതിൻ്റെ കണ്ടീഷൻസ് ഏകദേശം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് മൺസൂണിൻ്റെ സമയത്ത് കാണുന്ന ഫ്ലോ, അതായത് നമ്മുടെ ഏകദേശം 5 കിലോമീറ്ററിൽ താഴെ അറ്റ്മോസ്ഫിയറിൻ്റെ 5 കിലോമീറ്ററിൽ താഴെ കാണുന്ന അറ്റ്മോസ്ഫിയർ ഫ്ലോയുടെ ശക്തി വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലുടനീളം നമുക്ക് സാധാരണഗതിയിൽ പല പ്രദേശങ്ങളിലും മഴ പെയ്യാറുണ്ട്, നമുക്ക് പല പ്രദേശങ്ങളിലും മഴ നന്നായിട്ട് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഞാൻ ഈ ആദ്യമേ പറഞ്ഞ സാഹചര്യങ്ങളുടെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ അന്നും ക്ലൗഡ് കൂടുമായിരുന്നു. ഇപ്പം 10 കൊല്ലം മുമ്പ് ഇതേപോലുള്ള മഴകൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ ഉണ്ടാകുന്ന മഴയിലേക്ക് നയിക്കുന്ന ക്ലൗഡുകൾക്കുള്ള ശക്തി ഇത്ര അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു വളരെ റോബസ്റ്റ് ആയിട്ടുള്ളൊരു സിഗ്നലാണ്. അപ്പം ഇങ്ങനെയുള്ള ക്ലൗഡുകൾ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം നമുക്ക് പറയാം ഈ ഒരു മൺസൂൺ സമയത്ത്, അതായത് മൺസൂണിൻ്റെ തുടക്കത്തിലുണ്ടാകുന്ന കാറ്റിൻ്റെ ശക്തി കൊണ്ടുണ്ടാകുന്ന ചെറിയ ചെറിയ ചക്രവാത ചുഴികളും അതേപോലെ മൺസൂൺ സർക്കുലേഷൻ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ വഴി ഉണ്ടാകുന്ന ക്ലൗഡ് ഫോർമേഷൻസും. അപ്പോൾ ഇത് പല റീജിയൻസിലും നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ
ഈ ഒരു ഞാൻ ഈ ആദ്യമേ പറഞ്ഞ പോലെ ബാഷ്പത്തിൻ്റെ കേന്ദ്രീകരണം വളരെ കൂടുതലായതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള മേഘങ്ങളുടെ ഒരു പ്രസൻസ് പല റീജിയനിലും ലോക്കലൈസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഏകദേശം നമ്മൾ രാവിലെ ശ്രദ്ധിച്ച പോലെ 1 മണിക്കൂറിൽ ഒരു 100 മില്ലിമീറ്റർ മഴ ഒക്കെ പെയ്ച്ചതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം. അവിടെ ഇപ്പോൾ എനിക്ക് ഒറ്റ കാര്യം കൂടി ഡോക്ടർ അജിൽ, ഇപ്പോൾ നഗരത്തിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായി, കളമശ്ശേരി ഭാഗത്തും തൃക്കാക്കര ഭാഗത്തും ഒക്കെ വെള്ളം കയറി. അതായത് വളരെ കൂടിയ മഴയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടിയത്. എക്സസ് റെയിൻഫാൾ ആണ്, അതിവൃഷ്ടിയാണ്. അപ്പോൾ എക്സസ് റെയിൻഫാൾ ഉണ്ടായാൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ് അത് എന്നുള്ളതാണോ, അതോ നമ്മൾ കൂടുതൽ ക്രമീകരണങ്ങളൊക്കെ വരുത്താത്തതിൻ്റെ കുഴപ്പമാണോ? അതെ, ഇതേപോലെ എക്സസ് റെയിൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും എല്ലാ സ്ഥലങ്ങളും ഫ്ലഡഡ് ആവും, അതിൽ സംശയമൊന്നുമില്ല. അത് നോർമലായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ്. പക്ഷേ ഇപ്പം പൊതുവായിട്ടിപ്പോൾ ഈ ഒരു നമുക്ക് ഫ്ലഡഡ് എല്ലാ റീജിയൻസും ഫ്ലഡഡ് ആവുകയും അതേപോലെ തന്നെ വാട്ടർ തിരിച്ച് പോകാനുള്ള സാഹചര്യം, അതിനുള്ള സമയം കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഈ മഴയുടെ ഇൻറ്റൻസിറ്റി കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അതേപോലെ അത് ഒഴുകിപ്പോകാനുള്ള സാഹചര്യങ്ങൾ, അതിലുള്ള ബ്ലോക്കേജ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലഡിൻ്റെ സാഹചര്യം ഏറ്റവും മോശമാക്കാനുള്ള സാഹചര്യം ഇതാണ്. മഴ മാത്രം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ഫ്ലഡ് ആവും, അത് നോർമലാണ്. പക്ഷേ അത് ലഘൂകരിക്കാൻ, അതായത് വാട്ടർ എത്ര പെട്ടെന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്യും, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഈ പറയുന്ന പോലെ ഓടകളുടെ നിർമ്മാണം, അത് വേറെ സാഹചര്യങ്ങളൊക്കെ പറയുന്നതിനോട് കൂടി തന്നെ നമ്മൾ വളരെയധികം ഇനി ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മേഖലയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ചും നഗരങ്ങളിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു നഗരങ്ങളിലൂടെ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചാൽ തന്നെ അറിയാം, പല ഓടകളിലും പല ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും വേസ്റ്റുകൾ കൂട്ടിയിട്ടേക്ക് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഓടകൾ തന്നെയാണെങ്കിലും പല ഓടകളിലേക്കാണ് ആൾക്കാർ ഈ വേസ്റ്റ് ചാക്കി കെട്ടി ഇതേപോലെ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് നിലവിൽ നമ്മുടെ സിറ്റികളിലുണ്ട്, പല പോക്കറ്റ്സുകളിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഇത്ര വലിയ മഴ പെയ്താൽ തന്നെയും ഫ്ലഡഡ് ആവും. പക്ഷേ അതിനുശേഷവും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കുകയല്ല, വീണ്ടും കൂട്ടുകയാണ് ചെയ്യുന്നത്. ശരി, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ അർബൻ പ്ലാനിങ്ങും അതേപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റിലും തീർച്ചയായിട്ടും ഇനിയുള്ള സാഹചര്യങ്ങളിൽ, ഇനി നാളെയും നമ്മൾ അടുത്ത ആഴ്ചയും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള മാസങ്ങളും ഇതേപോലുള്ള ചർച്ചകളാണ് നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് വേണം ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ്ങും വിശദാംശങ്ങളിലേക്കും അതിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്കും വരാം. അതിന് മുൻപ് ശ്രീമതി ദീപ്തി മേരി വർഗീസ്, കൊച്ചി നഗരത്തെ സംബന്ധിച്ച് വലിയ വെള്ളക്കെട്ട് ഉണ്ടായ പഴയ കാലമുണ്ട്, അതിനുശേഷം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ വന്നു. ഇന്നിപ്പോൾ വളരെയധികം മഴ പെയ്തു. അങ്ങനെ വളരെയധികം മഴ പെയ്താൽ ഉണ്ടായ സ്വാഭാവികമായ വെള്ളം എന്നുള്ളതിനപ്പുറത്തുള്ള സാഹചര്യം നഗരത്തിലും നഗരപ്രാന്തത്തിലും ഉണ്ടായിരുന്നോ? നമ്മൾ മെയ് 28-ാം തീയതിയാണ് ഈ ചർച്ച നടത്തുന്നത്. അഭിലാഷ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ നടന്ന ചർച്ചകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തു, മാതൃഭൂമി പല ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. ഇത് നഗരപ്രദേശങ്ങളിലുള്ള വിഷയങ്ങൾ, അതായത് കൊച്ചി, തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിലുള്ള പ്രശ്നങ്ങളും പിന്നെ അതുപോലെ തന്നെ കുട്ടനാടുള്ള പ്രശ്നത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ നടന്ന കോട്ടയം പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം വ്യത്യസ്തമായി അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. മഴ പെയ്യുന്നത് കൊണ്ട് വെള്ളമുണ്ടാകുമെന്നും മഴ ശക്തമായി പെയ്യുന്ന മാസങ്ങളാണ് ജൂൺ മാസമെന്നും ഒക്കെ ഉള്ളത് നമ്മൾ പുതുതായിട്ടുള്ള ഒരു അറിവല്ലല്ലോ. കേരളത്തെ സംബന്ധിച്ച് മഴക്കാലം വരുന്നതും അതിന് വേനൽ മഴ വരുന്നതും ഒക്കെ ഒരു പുതിയ കാര്യമല്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന, ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഡോക്ടർ ഇവിടെ സംസാരിച്ചതുപോലെ എന്തുകൊണ്ടാണ് മഴ പെയ്യുമ്പോൾ, ഇപ്പം താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മേഘവിസ്ഫോടനമെന്നും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ ചക്രവാത ചുഴിയെന്നും ഒക്കെ പേരിട്ടുകൊണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് വളരെ കൃത്യമായി അറിയാവുന്ന ഭരണകൂടങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അത് സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും നഗരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നഗരസഭകളാണെങ്കിലും ഇവർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. അതിനു മുന്നോടിയായി എന്ത് മുൻകരുതലെടുത്തു എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കൊച്ചി നഗരസഭയിൽ, തിരുവനന്തപുരത്ത് 2 നഗരസഭ മാത്രം നമുക്ക് എടുക്കാം.
ഇവിടെ എന്ത് മുൻകരുതലാണ് ചെയ്തത് എന്നുള്ളത് ആ നഗരത്തിലുള്ളവർക്ക് മനസ്സിലാകാം. ഞാൻ മനസ്സിലാക്കുന്ന അഭിലാഷ് നിൽക്കുന്ന തിരുവനന്തപുരത്തെ റോഡുകൾ ഇപ്പോൾ DGP ഓഫീസിൻ്റെ അവിടുന്ന് നമ്മുടെ വഴുതക്കാട് ആ റോഡ് അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവിടെ ഒരു വശത്ത് വളരെ ഹൈറ്റിൽ റോഡ് നിൽക്കുകയും ഒരു വശത്ത് സ്ലോപ്പായി കിടക്കുന്ന പഴയ പടിയുള്ള ഹൈറ്റിലുള്ള റോഡും ഇതിൻ്റെ ഇടയ്ക്ക് മുഴുവൻ കേബിളുകൾ ഓടുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മുഴുവൻ കമ്പികളാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. സ്കൂൾ കുട്ടികൾ നമുക്കറിയാം, കോട്ടൺ ഹിൽ സ്കൂൾ പോലെയുള്ള സ്കൂളുകളുള്ള ഒരു പ്രദേശമാണിത്. അപ്പം മഴക്കാലം എത്തുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് നടക്കുന്ന വർക്കുകളാണ് അവിടെ നടക്കുന്നത്. അപ്പം മഴ എത്തുന്നതിന് മുൻപ് കഴിഞ്ഞ മാർച്ച് മാസത്തിന് മുൻപായിട്ട് തന്നെ ഈ പണികൾ മുഴുവൻ ചെയ്തു തീർക്കും എന്നുള്ളതായിരുന്നു ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ടെൻഡർ എടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ പോലെയുള്ള വലിയ സൊസൈറ്റിയാണ്. അപ്പോൾ അത് ഈ ഭരിക്കുന്ന പാർട്ടിയുമായി ഏറ്റവും അഭേദ്യ ബന്ധമുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അവർ ഏറ്റെടുക്കുന്ന ഈ വർക്ക് എന്തുകൊണ്ടാണ് സമയബന്ധിതമായി തീർക്കാൻ കഴിയാത്തത്? സ്മാർട്ട് സിറ്റിയുടെ വർക്ക്, അവിടെ റോഡുകൾ കുഴിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സമയബന്ധിതമായി ചെയ്യാൻ കഴിയാത്തത്? തിരുവനന്തപുരത്തുള്ള ഒരൊറ്റ ഓടകൾ പോലും കൃത്യമായി ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇന്നിവിടെ നിന്ന് പറയുകയാണ്. ഒരു കാരണവശാലും ഇതിനെ അവിടെ നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടാവും. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശ്ശൂരും കോഴിക്കോടുമുള്ള നഗരത്തിൽ താമസിക്കുന്ന ആളുകളുമായി സംസാരിച്ചതാണ്. നഗരസഭകൾക്ക് മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു എന്നതിൻ്റെ ആദ്യത്തെ തെളിവാണ് മെയ് 18 മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് ടെൻഡർ വിളിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത്. 27-നാണത്, അതായത് ഈ മാസം 27-നാണ് അത് ക്ലോസ് ചെയ്തത്. ഇതാണോ മഴക്കാല പൂർവ്വ പ്രവർത്തനം എന്ന് പറയുന്നത്? അപ്പോൾ വളരെ വലിയ കെടുകാര്യസ്ഥതയാണ് നഗരസഭ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ മേയർ ഇവിടെ 18-ാം തീയതി വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ മൂന്നാർ പോയിരിക്കുന്നില്ല. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കല്ല, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ അഭിലാഷ്. കൊച്ചി നഗരത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പം പറയുന്നു മേഘവിസ്ഫോടനം കൊണ്ട് പെട്ടെന്നുണ്ടായ മഴയാണ്, 100 സെന്റിമീറ്റർ മഴയാണെന്നൊക്കെ പറയുന്നു. ഇതിന് തൊട്ട് മുമ്പ് ഒരു മഴയുണ്ടായല്ലോ. അന്ന് എന്താ സംഭവിച്ചത്? ഇവിടെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നതിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല. ഞാൻ ഈ മാതൃഭൂമിയുടെ സ്റ്റുഡിയോ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ പറയുന്ന ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം നടക്കുന്ന മുല്ലശ്ശേരി കനാൽ എന്ന് പറയുന്നത്. അവിടെ യാതൊന്നും തന്നെ നടന്നിട്ടില്ല. അവിടെ കഴിഞ്ഞ ദിവസം കൊച്ചിയുടെ മേയർ പറയുന്നത് അവിടെ വർക്ക് നടത്താൻ കഴിയുന്നില്ല, കാരണം കേബിളുകളാണ്, ഭൂമിക്കടിയിലൂടെ പോകുന്ന വാട്ടർ കണക്ഷനുകളാണ്, ഇതുകൊണ്ട് വർക്ക് നടത്താൻ പറ്റുന്നില്ല. കൊച്ചി KSRTC ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ മുങ്ങാനുള്ള കാരണം ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. കഴിഞ്ഞ 4 വർഷം എന്നോടൊപ്പം ഇരിക്കുന്ന സക്കീർ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ ഈ കൊച്ചി നഗരസഭയിൽ വന്നിട്ട് 4 വർഷമാകുന്നു. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന് കോടിക്കണക്കിന് രൂപയാണ് നഗരസഭ കൊടുത്തിരിക്കുന്നത്. 9 കോടി രൂപയോളം കൊടുത്തതായിട്ടാണ് എനിക്കറിയാവുന്നത്. ഈ പ്രവർത്തനങ്ങൾ എന്താണ്? ഇപ്പൊ കളക്ടർ വന്ന് പറഞ്ഞു എന്ന് നിങ്ങളുടെ തന്നെ റിപ്പോർട്ടർ പറയുന്നു. കളക്ടർ വന്ന് പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? അവിടെ നിങ്ങൾ ചെല്ലണം, നിങ്ങളുടെ ക്യാമറ അവിടെ ചെല്ലണം. അവിടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. മുല്ലശ്ശേരി കനാൽ റോഡിൽ പ്രവർത്തനം നടക്കാത്തതിന്റെ ഏറ്റവും വലിയ തിക്താനുഭവമാണ് എറണാകുളത്തെ MG റോഡിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഒരു മന്ത്രിയുണ്ട്. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം എന്ത് നിർദ്ദേശമാണ് നഗരസഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്? ഇത്തരത്തിൽ മഴയുണ്ടാകുമെന്നും മഴയ്ക്ക് മുൻപ് മെയ് മാസത്തിൽ ഇതുപോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ സർക്കാരിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എന്ത് പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ അത്തരത്തിൽ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ ചെയ്യാത്തതിന്റെ തിക്താനുഭവങ്ങൾ ഇന്ന് നഗരത്തിൽ ജനങ്ങൾ അനുഭവിക്കുക. ഞാൻ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമ്മളോടൊക്കെ ഓക്കെ, അടുത്ത ഘട്ടത്തിൽ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ CA ഷക്കീർ, ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിന്റെ കാര്യം ശ്രീമതി ദീപ്തി പറഞ്ഞത് ശരിയാണ്. എല്ലാ റോഡും സ്മാർട്ട് സിറ്റി പദ്ധതി എന്ന് പറഞ്ഞിട്ട് കുഴിച്ചിട്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് നീന്തിപ്പോലും അപ്പുറം എത്താൻ കഴിയാത്ത സാഹചര്യം, ഒരുപാട് പേർ കുഴിയിൽ വീണ് ബുദ്ധിമുട്ടുന്ന സാഹചര്യം. അത് തിരുവനന്തപുരത്തിന്റെ കാര്യം. കൊച്ചിയിൽ ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ പ്രഖ്യാപിച്ച് ഇനി മഴക്കാലത്ത് കൊച്ചിക്കാർക്ക് ഇങ്ങനെ മുങ്ങേണ്ടി വരില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് എന്തായി? KSRTC സ്റ്റാൻഡിന്റെ കാര്യം. കേരളത്തിലെ ഏറ്റവും വലിയ സിറ്റിയാണ്. ആ സിറ്റിയിലെ KSRTC സ്റ്റാൻഡിൽ മഴ പെയ്താൽ എന്താണ് അനുഭവം എന്നുള്ളത് പണ്ടും ഇപ്പോഴും ഒക്കെ ഒരുപോലെയാണ്. ഇപ്പം മഴ പെയ്തു, മഴ കൂടിയ മഴയാണ്, 100 മില്ലിമീറ്റർ ആണ്. മഴ വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഇടവപ്പാതി നല്ല ശക്തിയായി കിട്ടുന്ന ഒരു സാഹചര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്ത് ചെയ്തു ഇതുവരെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ജലനിർഗമന മാർഗങ്ങളെല്ലാം തുറന്നിട്ടുണ്ടോ? ശുചിയാക്കിയിട്ടുണ്ടോ? പെയ്ത്ത് വെള്ളം ഒഴുകിപ്പോകുമോ? പെയ്ത്ത് വെള്ളം ഒഴുകിപ്പോകാത്തതുകൊണ്ടാണ് അത് കെട്ടിക്കിടക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം
സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ തിരുവനന്തപുരം, കൊച്ചി പോലെയുള്ള ഇതുപോലുള്ള വെള്ളക്കെട്ടുള്ള സമയത്താണ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ബ്രേക്ക് ത്രൂവിൻ്റെ വർക്കുകൾ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. പക്ഷെ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ബ്രേക്ക് ത്രൂവുമായി ബന്ധപ്പെട്ട വർക്കുകൾ ഇപ്പോൾ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള വർക്കുകൾ പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. അത് കോർപ്പറേഷൻ്റെ മാത്രം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയുന്ന രീതിയിലല്ല. കാരണം തിരുവനന്തപുരത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞ് മഴയും കൂടി പെയ്തിരുന്നെങ്കിൽ അവിടുത്തെ ബുദ്ധിമുട്ട് എന്തായിരുന്നെന്ന്. ഇപ്പോൾ അവിടെ ഡാം തുറന്നു വിട്ടതിൻ്റെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. കഴിഞ്ഞ മഴയത്തും തിരുവനന്തപുരം പോലുള്ള നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. തീർച്ചയായും അവിടെയെല്ലാം സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് CSML ആയാലും ബ്രേക്ക് ത്രൂ ആയാലും ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അടിയന്തരമായ നിലപാട് സ്വീകരിക്കും. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പം ഇന്ന് നമ്മളിരിക്കുന്നത് 26-ാം തീയതിയാണ്. മെയ് 31-നുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഴുവനും ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ള രീതിയിലാണ് എല്ലാ വർക്കുകളും പോകുന്നത്. പക്ഷേ മെയ് തുടക്കം തന്നെ നമ്മുടെ മഴ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ 100-100 മില്ലി കൂടുതലുള്ള വെള്ളം അധിക ശക്തമായിട്ടുള്ള മഴയാണ് വന്നിട്ടുള്ളത്. കൊച്ചി നഗരത്തിൽ വളരെ കൃത്യമായി തന്നെയാണ് ഒക്കെ പോയിട്ടുള്ളത്. അഭിലാഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം മേയർ പറഞ്ഞ് അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇവിടെ പരമാവധി കാര്യങ്ങളിൽ വെള്ളക്കെട്ടില്ലാതെ പരിശ്രമിക്കുമെന്ന് പറഞ്ഞ്. തീർച്ചയായും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് മുഴുവനും ഒന്ന് കേൾക്കണം. കൊച്ചി നഗരത്തിലെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് വെള്ളക്കെട്ട് പറഞ്ഞത്. KSRTCയും അതേപോലെ തന്നെ ഈ കോളനികളും അതേപോലെ മുല്ലശ്ശേരി കനാലിൻ്റെ വിഷയങ്ങളാണ് പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നല്ല കോർഡിനേഷനോട് കൂടിയാണ് കൊച്ചി നഗരസഭയിൽ വർക്ക് പോണത്. കളക്ടറായിട്ടായാലും മേയറായിട്ടായാലും PWD ആയിട്ടായാലും ഫയർഫോഴ്സ് ആയിട്ടായാലും എല്ലാവരുമായി ബന്ധപ്പെട്ട് നല്ല കോർഡിനേഷനിൽ കൂടി വർക്ക് പോകുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മേയർക്ക് പല ഘട്ടങ്ങളിലും ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ആ സമയത്തെല്ലാം സെക്രട്ടറിയെ ഉത്തരവാദിത്തപ്പെടുത്തി അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി പോയിട്ടുണ്ട്. മുല്ലശ്ശേരി കനാലിൻ്റെ വർക്ക് തീരാത്തത് വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം. അതിൻ്റെ വർക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാം. അതിൻ്റെ PWDയുമായി ബന്ധപ്പെട്ടും വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളാണ് വന്നത്. അതുകൊണ്ട് അവിടെ കൂടുതൽ വർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തായാലും MG റോഡ് പോലുള്ള സ്ഥലത്തും അല്ല മറ്റു സ്ഥലങ്ങളിലെല്ലാം കുറേ വെള്ളക്കെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വന്നെങ്കിലും ഈ മുല്ലശ്ശേരി കനാലിൻ്റെ മാത്രമായിട്ട് കാണരുത്. MG റോഡിൽ ഇന്ന് ഈ രാവിലെ ഉണ്ടായ മഴ കഴിഞ്ഞപ്പോൾ തന്നെ നിസാര സമയം കൊണ്ട് തന്നെ ആ വെള്ളം മുഴുവനും കംപ്ലീറ്റ് പോയി. നമ്മളിപ്പോൾ അതിലൊരു പുതിയതായിട്ടുള്ള CSMLൻ്റെ മറ്റുള്ള ഫണ്ട് ഉപയോഗിച്ച് ഇറക്കിയിട്ടുള്ള മെഷീൻ വെച്ച് അതിൻ്റെ പൂർത്തീകരണം ചെയ്തെങ്കിലും അവിടെ MG റോഡിനെ സംബന്ധിച്ചിടത്തോളം മേയർ കഴിഞ്ഞ പ്രാവശ്യം മഴക്കാലം വന്നപ്പോഴും കൃത്യമായി പറഞ്ഞാണ് അതിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള ആ കാനയുടെ നിർമ്മാണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ മഴക്കാലത്തും അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ടാണ് വെള്ളം പൊങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നോക്കൂ, ഇനി അങ്ങോട്ട് മഴ തന്നെ ആകും. കാരണം ഇത് തുടങ്ങി വേനൽ മഴ കഴിഞ്ഞ് മൺസൂൺ ഇതാ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. അത് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോ അങ്ങോട്ട് വലിയ മഴയാണ്. കൊച്ചിയിലെ മാത്രമാണ് ഞാനത് പറഞ്ഞത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് മഴ പെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോ നഗരത്തിൽ എല്ലായിടത്തും വെള്ളക്കെട്ടില്ലാത്തത്. അല്ലാതെ ഇപ്പോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ലോ. ഭാഗ്യത്തിന് മഴ പെയ്തില്ല. ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റൂല. കൊച്ചിയിൽ വ്യത്യാസമുണ്ട്. അഭിലാഷം ഒന്ന് മനസ്സിലാക്കണം. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു അഭിലാഷ്, വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ടൗൺ ഹാളിൻ്റെ മുമ്പിലെ സ്ഥിതി എന്താണെന്ന് കൊച്ചി പട്ടണത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ചെറിയൊരു മഴ പെയ്താൽ തന്നെ നോർത്ത് മുതൽ കച്ചേരിപ്പടി ആ പാലത്തിൻ്റെ ഇപ്പുറത്ത് തന്നെ എത്രത്തോളം വെള്ളം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ബ്രേക്ക് ത്രൂവിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രധാനപ്പെട്ട തോടുകളെല്ലാം കാരണക്കുടം തോട്, പേരണ്ടൂർ കനാല്, അതേപോലെ തന്നെ ചങ്ങാടം പൊക്ക് തോടുകളെല്ലാം ഇതിൻ്റെ എല്ലാം മൗത്തുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് ടെൻഡർ നടപടികൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇതേപോലെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ മഴക്കാലം വന്നതിന് മുമ്പ് മെയ് 31-ാം തീയതിക്കുള്ളിൽ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ സമയമായപ്പോഴേക്കും ഇതേപോലെ ഒരു മഴ വന്നപ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അത് വളരെ ചെറിയ സ്ഥലത്ത് മാത്രമാണ്. അത് പൂർണ്ണമായിട്ടും പരിഹരിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം കൊണ്ടുപോയിട്ടുണ്ട്. ശരി, ഓക്കെ. അതിലും നന്നായി ഇപ്പൊ അതേപോലെ തന്നെ 2-3 സ്ഥലങ്ങളിൽ. ശരി, ഞാൻ ആ സിറ്റിയുടെ വിഷയത്തിലേക്ക് വരാം, കൊച്ചിയുടെ വിഷയത്തിലേക്ക് വരാം. അതിന് മുൻപ് ഡോക്ടർ അജിൽ, ഈ നടന്നിരിക്കുന്നത് മേഘവിസ്ഫോടനം തന്നെയാണോ? ഒരു മണിക്കൂറിൽ 103 അല്ലെങ്കിൽ 100 മില്ലിമീറ്റർ മഴ പെയ്താൽ അതിനെ നമ്മൾ മേഘവിസ്ഫോടനം എന്ന് തന്നെയാണോ വിളിക്കുക? അതങ്ങനെ തന്നെ സ്ഥിരീകരിക്കണോ, അതോ സ്ഥിരീകരിക്കാൻ അതിന് വേറെ എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ? ഇല്ല, മേഘവിസ്ഫോടനത്തിൻ്റെ മെയിനായിട്ടുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ എത്രത്തോളം മഴ ലഭിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പം അത് ആ ഒരു ക്ലാസിഫിക്കേഷനിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞ ഒരു ക്ലാസിൻ്റെ റെയിൻഫോളിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് പെടുത്താൻ പറ്റും. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒബ്സർവേഷൻ കാണിക്കുന്നത്. അപ്പോൾ നടന്നിട്ടുള്ളത് മേഘവിസ്ഫോടനമാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇതേപോലുള്ള
അതെ, അതിന്റെ ക്ലാസ്സിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന പോലുള്ള മഴയാണ് ഇപ്പം പെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാര്യം മേഘവിസ്ഫോടനം എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ തന്നെ മഴയുടെ അളവ് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. ഒരു മണിക്കൂറിൽ എത്ര മഴ പെയ്തു, അപ്പോൾ ആ ഒരു മഴ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ലാസിഫിക്കേഷനിൽ തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നിപ്പോൾ നേരത്തെ അങ്ങ് വിശദീകരിച്ചു, ഈ മേഘങ്ങളുടെ ഘനം കൂടിയതും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ. നമ്മൾ ഈ മഴക്കാലത്ത് ഇതുപോലെയുള്ള സെയിം എപ്പിസോഡ്സ് ഇനിയും പ്രതീക്ഷിക്കാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണോ? ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫോർകാസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മേഘങ്ങളുടെ ഈ പാത്തൊക്കെ അനുസരിച്ച്. അപ്പോൾ സമീപ ദിവസങ്ങളിലും ഇത്രയും കൂടുതൽ മഴ, അതായത് കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ എന്ന പ്രതിഭാസം ഉണ്ടാകാമോ? തീർച്ചയായിട്ടും ഇനിയുള്ള മഴക്കാലത്തും നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ മഴക്കാലത്തുണ്ടാകുന്ന ഇതേപോലുള്ള അതിശക്തമായ മഴയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കുറേ നേരം സസ്റ്റെയിൻ ചെയ്യും. കാര്യം വേറെ പല ഫാക്ടേഴ്സും ഈ ഒരു മഴ, ഇങ്ങനെയുള്ള ഒരു അതിതീവ്ര മഴ ദീർഘിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇനിയും വരുന്ന മഴക്കാലങ്ങളിൽ നമുക്ക് ഇതേപോലുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പക്ഷേ താങ്കൾ ഈ ഫോർകാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഈ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ, ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ആസ് എ ഹോൾ നമുക്ക് പറയാൻ പറ്റും, ഓക്കെ അവിടെ മഴ പെയ്യാൻ സാഹചര്യമുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതേപോലെ റീജിയൻ സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന മഴകൾ പ്രവചിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മൾ അത്രയും അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്രദേശത്ത് കാണുന്ന ഡൈനമിക്സ് ഭയങ്കര കോംപ്ലക്സ് ആണ്. അത് വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് ഇപ്പോൾ ഇന്ന് കളമശ്ശേരി, കൊച്ചി ഭാഗങ്ങളിൽ പെയ്ത മഴ വളരെ മുൻകൂട്ടി പ്രവചിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിലവിലത്തെ സാഹചര്യം വെച്ച്. പക്ഷേ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നൗകാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡിലേക്ക് പോകാം. അതായത് നമുക്ക് ഈ ഒരു ക്ലൗഡ് ബാൻഡിനെ റിയൽ ടൈം നമുക്ക് ഒബ്സർവേഷൻ വഴി മോണിറ്റർ ചെയ്യാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് സാറ്റലൈറ്റ് ഡേറ്റ, നമുക്ക് ഈ നമ്മുടെ ഇന്ത്യൻ റീജിയനിലുള്ള സാറ്റലൈറ്റ് ഡേറ്റ എല്ലാ 15 മിനിറ്റും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ സാറ്റലൈറ്റ് ഡേറ്റ നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഒബ്സർവേഷൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലൗഡിൻ്റെ ഡെവലപ്മെൻറ്റ് ഏത് പ്രദേശത്തേക്കാണ് കേന്ദ്രീകരിക്കുന്നതിനുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടും. അതിൻ്റെ ഇൻറ്റൻസിറ്റി കിട്ടും, ഏത് പ്രദേശത്തേക്കാണ് വരുന്നുള്ള ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു 2-3 മണിക്കൂറിന് മുമ്പ് തന്നെ നമുക്ക് ഇന്ന പ്രദേശങ്ങളിൽ ഇത്രത്തോളം ശക്തമായിട്ടുള്ള മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രവചനം നമുക്ക് സാധിക്കും. സാറ്റലൈറ്റ് ഡേറ്റ മാത്രമല്ല, അതിന് റഡാർ ഡേറ്റ. പക്ഷേ അത് മെയിനായിട്ട് നമുക്ക് സാറ്റലൈറ്റ് ഡേറ്റ വെച്ച് എത്ര സമയം മുമ്പ് വരെ, അതായത് എത്ര മണിക്കൂർ മുമ്പ് വരെ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രവചനം നടത്താൻ സാധിക്കും? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ക്ലൗഡ് ബേസ്റ്റ് ഏതെങ്കിലും മലയോര മേഖലയിലാണ് ഉണ്ടാകുന്നത് എങ്കിൽ അവിടെ അത് ഉരുൾപൊട്ടലിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കുകയും വീടുകൾ തകരുകയും ആളുകൾ മരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നഗരമായത് കാരണം വെള്ളക്കെട്ട് എന്നുള്ള പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറോ ഒക്കെ മുമ്പ്, അതായത് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ തക്കവണ്ണം ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് അത് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ മുമ്പ് വരെ ഇതിനുള്ള ലീഡ് ടൈം ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും 2-3 മണിക്കൂർ മുമ്പ് വരെ അതിൻ്റെ കേന്ദ്രീകരണം എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്താലും തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം, മഴയുടെ സ്ട്രക്ചർ മാറി വളരെ ശക്തമായിട്ടുള്ള മഴയാണ് ഇന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസും കൂടി നമ്മുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിനും അതേപോലെ പല താഴെ തട്ടിലേക്ക് എത്താനുള്ള കൂടുതൽ സാഹചര്യങ്ങൾ ഒരുക്കാമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ പല ഏജൻസീസിനാണേലും ഇതേപോലുള്ള കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അനലൈസ് ചെയ്യാനും അത് ഇൻഫർമേഷൻ കൃത്യമായിട്ട് പാസ് ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ മാറേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഈ മഴക്കാലത്ത്, കഴിഞ്ഞ മഴക്കാലം വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല, ഈ മഴക്കാലത്ത് സാധാരണയിൽ കവിഞ്ഞ് മഴ കിട്ടാനുള്ള സാധ്യത തന്നെയാണോ താങ്കൾ കാണുന്നത്? ഇതിപ്പോൾ മൺസൂൺ എന്നുള്ളത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലല്ലോ, പക്ഷെ അടുത്ത ദിവസങ്ങളിൽ മൺസൂൺ വരുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വേനൽ മഴയുടെ എക്സ്റ്റൻഷനായിട്ട് മൺസൂൺ അങ്ങ് വരികയാണോ? ഇല്ല, വേനൽ മഴയുടെ സാഹചര്യം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമുക്ക് പറയാമായിരുന്നു. വേനൽ മഴയാണ് നമുക്ക് കിട്ടുന്നത് പറയാം. കാര്യം അത് മെയിനായിട്ടും നമ്മുടെ മൺസൂണിൻ്റെ കാറ്റിൻ്റെ വേഗത, അതേപോലെ വേഗത, ഗതി, അങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് ശരിക്കും അത് പറയുന്നത്. പക്ഷേ ഈ ഒരു ആഴ്ചയിൽ ആ സാഹചര്യങ്ങൾ മാറി. ശരിക്കും മൺസൂണിൻ്റെ മൺസൂണിൻ്റെ ഓൺസെറ്റിലേക്കുള്ള സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് IMD ആണ്. അത് 1, 2, 3 ദിവസത്തിനുള്ളിൽ അത് പ്രഖ്യാപിക്കുമായിരിക്കാം. പക്ഷേ ആ ഒരു ട്രാൻസിഷൻ പീരീഡാണ് ശരിക്കും ഇത്.
നമുക്ക് വേനൽ മഴ കഴിഞ്ഞിട്ടുള്ള മൺസൂണിൻ്റെ ട്രാൻസിഷൻ പീരീഡാണ്. ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഉണ്ടാകുന്ന മഴയാണ് ശരിക്കും നമുക്കിപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ആദ്യം പറഞ്ഞ സാഹചര്യങ്ങൾ, നമ്മുടെ ഈ ഒരു സൗത്ത് വെസ്റ്റ് കോസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസിൻ്റെ ചേഞ്ച് ഉണ്ട്. പ്രധാനമായിട്ടും ഹ്യൂമിഡിറ്റിയുടെ കോൺസെൻട്രേഷൻ, ഒരു ബാഷ്പത്തിൻ്റെ കേന്ദ്രീകരണം കൂടുതലായതുകൊണ്ട് മേഘങ്ങളുണ്ടാകുമ്പോൾ ആ ഒരു കൃത്യ സാഹചര്യത്തിൽ അതിശക്തമായിട്ടുള്ള മഴ, മേഘങ്ങൾ അതേപോലെ അതുവഴി അതിശക്തമായിട്ടുള്ള മഴകൾ ഉണ്ടാകും. യെസ്. അപ്പോൾ മൺസൂൺ, ഇനി വരുന്ന മൺസൂൺ സമയങ്ങളിലും തീർച്ചയായിട്ടും ഇതേപോലുള്ള മഴ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. അപ്പം അവിടെയും നമുക്ക് ഇതേപോലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഫ്ലഡും ഇതേപോലെ വാട്ടർ ലോയിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മഴ വരുമെന്നൊക്കെ നമുക്ക് പണ്ട് മുതലേ അറിയാം. 10-30 കൊല്ലം മുമ്പ് തന്നെ നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന മഴ ഇങ്ങനെയാണ്. അതേപോലെ തന്നെ കേരള തീരത്തുള്ള സവിശേഷമായുള്ള സാഹചര്യങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എന്ത് പ്ലാനിങ് നടത്തണമെങ്കിലും ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാളെയും നമുക്ക് ഫ്ലഡിങ് ഉണ്ടാവും, ഈ പറയുന്ന സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പം ഇതുകൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വേണം ഇനി ഫ്യൂച്ചറിലുള്ള മഴക്കാല റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്ലാനിങ്ങും മുന്നോട്ട് കൊണ്ടുപോകും. യെസ്, ഇത് ശ്രീമതി ദീപ്തി മേരി വർഗീസ് എല്ലാ പോളിസി മേക്കേഴ്സിനും ഒരു പാഠമോ അല്ലെങ്കിൽ അത് കേൾക്കേണ്ടതോ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഈ അധിക മഴ എന്നുള്ളത് ഒരു സാധാരണ സംഭവവികാസമായി മാറുകയാണ്. മേഘങ്ങൾ വളരെ കട്ടി കൂടിയ മേഘങ്ങളാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഈ 1 മണിക്കൂറിൽ 100 മില്ലിമീറ്റർ മഴ എന്നുള്ളത് ഇനിയും ഇടയ്ക്കിടെ സംഭവിക്കാം, എവിടെയും സംഭവിക്കാം, ഈ മഴക്കാലത്ത് തന്നെ സംഭവിക്കാം. അപ്പോൾ അതൊരു സാധ്യത എന്നുള്ളതിനേക്കാൾ അനിവാര്യതയാണ് എന്നിരിക്കെ എങ്ങനെ സാമ്പ്രദായികമായ രീതിയിലല്ലാതെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് ആലോചിക്കേണ്ടത് ഭരണാധികാരികളാണ്. അതിപ്പോൾ ഒരു നഗരത്തിൻ്റെ ഭരണാധികാരി മുതൽ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഭരണാധികാരികൾ വരെ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യം എന്താ, മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന പേരിട്ട് ഒരു കാര്യം ചടങ്ങ് പോലെ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് കുറെ കൂടി ഗൗരവം ഇക്കാര്യത്തിൽ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുകയല്ലേ ഈ വിഷയങ്ങൾ? ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല അഭിലാഷ്. അത് ശരിയായ രീതിയിൽ ചെയ്താൽ തന്നെ പെയ്ത്തുവെള്ളം ഒഴുകിപ്പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചു, ഇവിടെ നമ്മുടെ മുല്ലശ്ശേരി കനാൽ റോഡിലെ ഓപ്പറേഷൻ ഞാൻ അതിലേക്ക് വീണ്ടും വരികയല്ല, ഞാൻ അതിൻ്റെ അകത്തൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുക. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ വർക്കുകൾ വളരെ കൃത്യമായി നടന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ അത് അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം. പിന്നെ അദ്ദേഹം വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്, PWDയും വാട്ടർ അതോറിറ്റിയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് പ്രശ്നം. നഗരസഭയും PWDയും വാട്ടർ അതോറിറ്റിയുമായി കോർഡിനേഷൻ ഇല്ല. അതായത് വകുപ്പുകൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള കൂടിയാലോചിച്ചുള്ള പ്രവർത്തനങ്ങളില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു തോടുകളും ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം എന്ന് മാത്രം പറഞ്ഞ് തള്ളാമോ എന്ന്. ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തോടുകളൊന്നും കോരിയിട്ടില്ല. ഈ മെയ് മാസത്തിൽ 3-ാം ആഴ്ച നിൽക്കുമ്പോഴും തോടുകൾ കോരാൻ തയ്യാറാകാത്ത ഒരു നഗരസഭയാണ് ഇവിടെ ഉള്ളത്. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചങ്ങാടംപോക്ക് തോട്, തേവര പേരണ്ടൂർ കനാൽ. ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ സഹ പാനലിസ്റ്റിനോട് ഞാൻ ചോദിക്കുകയാണ്, തേവര പേരണ്ടൂർ കനാൽ എന്ന് പറയുന്നത് നഗരത്തിലെ ഏറ്റവും അധികം വെള്ളം ഉൾക്കൊണ്ട് അത് കടലിലേക്കോ കായലിലേക്കോ പോകേണ്ടതാണ്. അത് തൊട്ടിട്ടില്ല. അതിന് ഡീസിൽറ്റിംഗ് നടത്തിയിട്ടില്ല. പോള കോരുക എന്ന് പറയുന്ന പ്രാഥമികമായ വർക്ക് പോലും നഗരത്തിൽ നടന്നിട്ടില്ല. പിന്നെ മേഘവിസ്ഫോടനം നടന്നാൽ എന്ത് ചെയ്യണം, വലിയ തോതിൽ മഴ പെയ്താൽ എന്ത് ചെയ്യണം, ഇത് ആരാണ് ആലോചിക്കേണ്ടത്? ഇത് സംസ്ഥാന ഗവൺമെൻറ് ആലോചിക്കേണ്ടേ. 2018 നമുക്ക് അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ഡാമുകൾ തുറന്നു വിട്ടുകൊണ്ട് പ്രളയമുണ്ടായപ്പോൾ ശരി, നമുക്കറിയാം നമുക്കിങ്ങനെ ഒരു വലിയ ഡിസാസ്റ്റർ വരാൻ പോകുന്നില്ല എന്നറിയാം. പക്ഷേ 2018 ശേഷം അന്ന് മത്സ്യത്തൊഴിലാളികളും മറ്റുമെല്ലാം കൂടെ ചേർന്നുകൊണ്ട് എങ്ങനെയൊക്കെയോ കുറേ ജീവനുകൾ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ കുറേ പേർ എങ്ങനെയൊക്കെയോ ഭക്ഷണം കിട്ടി, അത് അങ്ങനെ പോയി. പക്ഷെ അതിനുശേഷം എന്താണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്? 2018 ശേഷം ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ശക്തമായ രീതിയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു രൂപരേഖ ഇപ്പോഴും ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നഗരസഭകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ എന്തുകൊണ്ടാണ് വൈകുന്നത്? എന്തുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്? ഞാൻ പറയുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന മേയർ ഇതിനെ അഡ്രസ് ചെയ്യണ്ടേ? കൊച്ചി നഗരസഭ ഭരിക്കുന്ന മേയർ അദ്ദേഹം അഡ്രസ് ചെയ്യണ്ടേ? അവർക്കൊന്നും ഇതിൻ്റെ അകത്ത് യാതൊന്നും പറയാനില്ല. ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് ചോദിച്ചോട്ടെ.
ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും വലിയ ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും അധികം ചർച്ചയാക്കപ്പെട്ട വിഷയമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാജേഷിൻ്റെ വകുപ്പ് തന്നെ ഏതാണ് ചർച്ച ചെയ്യുന്നത്, ഡ്രൈ ഡേ മാറ്റാൻ പറ്റുമോ എന്ന് ചർച്ച ചെയ്ത സമയത്ത് നഗരത്തിലെ വെള്ളം എങ്ങനെയാണ് മദ്യം വിളമ്പേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഫോർമുല ഉണ്ടാക്കുമ്പോൾ, നയമുണ്ടാക്കുമ്പോൾ നഗരത്തിൽ ഇന്ന് അത് ഏത് നഗരമാണെങ്കിലും കേരളത്തിലെ പല നഗരങ്ങളിലും ഇന്ന് ആളുകൾ വീട്ടിൽ നിന്ന് പലായനം ചെയ്തു പോവുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് പോവുകയാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല, വസ്ത്രങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ അത് മേഘവിസ്ഫോടനം കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകൃതിയുടെ പ്രതിഭാസം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണാധികാരികൾക്ക് പോകാൻ കഴിയുമോ? മുഖ്യമന്ത്രി എവിടെ? അദ്ദേഹം വിദേശ ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം അല്ലേ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമുള്ള അത് മുഖ്യമന്ത്രിക്ക് തന്നെയല്ലേ. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം എന്ത് കൂടിയാലോചന ചെയ്തു? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ തിരുവനന്തപുരത്തായാലും കൊച്ചിയിലായാലും തൃശ്ശൂരായാലും ശരിയായ രീതിയിലുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു രൂപരേഖയും ഇന്ന് ഗവൺമെന്റിനില്ല എന്നുള്ള. മലപ്പുറത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ അഭിലാഷേ, മലപ്പുറത്ത് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മലപ്പുറം പോലുള്ള ജില്ലകളിൽ മഞ്ഞപ്പിത്തം പടർന്നു ബാധിക്കുന്നു. എത്ര പേരാണ് മരിച്ചത്? ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. നമുക്കറിയാം ഈ വെള്ളക്കെട്ടുകൾ ഇങ്ങനെ ദുരന്തമായി വീടുകളിലേക്ക് പടരുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ പിന്നെ എലിപ്പനി പോലെയുള്ള പല തരത്തിലുള്ള പനികളാണിപ്പോൾ. അപ്പോൾ ഇത് കുറേ പേര് അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലൊന്നും കയറാൻ കഴിയാത്ത അവസ്ഥയാണ്. ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കിട്ടുന്നില്ല. ഈ മഴക്കാല രോഗങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടുണ്ടോ? ശരിയായിട്ടുള്ള ഒരു അസുഖവുമായി ഒരു സർജറിക്ക് വേണ്ടി പോലും ഒരു മെഡിക്കൽ കോളേജിൽ കയറി ചെല്ലാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ മഴക്കാല രോഗങ്ങൾ കൂടി വ്യാപിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യുന്ന വകുപ്പ്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണത്തിന്റെ വകുപ്പ്, ഇവർ തമ്മിൽ കോർഡിനേഷൻ ഉണ്ടാവണം. PWD മന്ത്രി എന്താണ് ചെയ്യുന്നത്? PWD മന്ത്രിയല്ല ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെയായി ചാനലുകളിൽ വന്ന് പ്രതിപക്ഷ നേതാവിനെ കുറ്റം പറയുന്ന നേരത്ത് എന്താണ് തിരുവനന്തപുരത്ത് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന റോഡിൽ അദ്ദേഹത്തിന് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു കടകംപള്ളി, അവിടെ നമുക്കറിയാലോ, നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണല്ലോ, ഞാൻ അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കോട്ടെ. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു അവിടെ റോഡുകളുടെ പണി നടക്കുന്നത് ശരിയായ രീതിയിലല്ല എന്ന് പറയുമ്പോൾ PWD മന്ത്രി ശ്രീ റിയാസ് പറഞ്ഞത് എന്താണ്? അത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കോൺട്രാക്ടർക്ക് ആ പണി കൊടുക്കാത്തത് കൊണ്ടാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അഴിമതി നടക്കുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്ടർ ആര് വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഓരോ മന്ത്രിമാരുമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ചില വ്യക്തികളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ PWD മന്ത്രി കൊടുത്ത കോൺട്രാക്ടറെ കടകംപള്ളി സുരേന്ദ്രന് താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മേയർക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഉത്തരവാദിത്വമില്ല. കൊച്ചുകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മേയറെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ മഹത്വവൽക്കരിച്ച മേയർ 18ഉം 19ആം തീയതിയും പ്രളയം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ മൂന്നാർ സുഖവാസത്തിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഭരണകൂടത്തിന്റെ കൃത്യമായ കെടുകാര്യസ്ഥതയാണ് ഇതിനൊക്കെ കാരണമെന്ന് പറയാൻ. വിസ്ഫോടനം വന്നാൽ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടണം. ശരി. ശ്രീ CA ഷക്കീർ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. കോർഡിനേഷനോട് കൂടി നടത്തേണ്ട കാര്യമാണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു, തദ്ദേശ വകുപ്പ്, അതുപോലെ തന്നെ മറ്റ് PWD അടക്കമുള്ള വകുപ്പുകൾ, ആരോഗ്യ വകുപ്പ്, ഏകോപിതമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മുല്ലശ്ശേരി കനാലുമായി ബന്ധപ്പെട്ട് PWD വകുപ്പും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും അക്കാര്യത്തിൽ സമ്മതിച്ചിട്ടില്ല എന്ന്. ഈ PWD വകുപ്പും വാട്ടർ അതോറിറ്റിയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒന്നും അല്ലല്ലോ. ഈ സംസ്ഥാനത്തെ സംവിധാനങ്ങളല്ലേ. കേരളം ഭരിക്കുന്നത് നിങ്ങൾ, നഗരസഭ ഭരിക്കുന്നത് നിങ്ങൾ. ഇത്ര നിസ്സാരമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ ജനങ്ങളെ നരകിക്കാൻ വിട്ടിട്ട് മഴ കൂടുതലായിട്ട് പെയ്യുന്നതാണ് പ്രശ്നമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കേൾക്കുന്നില്ല, പറഞ്ഞോളൂ അഭിലാഷേ. ഞാനിതിലൊരു ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പല ജില്ലകളിലും, കൊച്ചിയിൽ കുറച്ച് കുറവാണെങ്കിൽ പോലും പല ജില്ലകളിലും ഇന്ന് വളരെ രൂക്ഷമായ മഴ ഉണ്ടായിരിക്കുന്നു, ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ദീപ്തി എൻ്റെ സഹ കൗൺസിലർ പറഞ്ഞതിന് മറുപടി ഞാനാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ അഭിലാഷ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയും. ആദ്യം ചോദിച്ചത് എന്താ, ഇപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഭരണകർത്താക്കൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കണം.
കാരണം ഇതിനു മുമ്പ് ബ്രേക്ക് ത്രൂവുമായി ബന്ധപ്പെട്ട് ഈ നഗരത്തിനകത്ത് ഓരോ ജില്ലകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി വെള്ളക്കെട്ട് വരാതിരിക്കാനുള്ള ഒരു 2-3 ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് കഴിഞ്ഞ LDFിൻ്റെ ഗവൺമെൻറ് ഈ പദ്ധതികൾ മുഴുവനും എല്ലാ സ്ഥലത്തും പോയി എത്ര കോടി രൂപ കൊടുത്തായാലും ഇതിൻ്റെ ബ്രേക്ക് ത്രൂ വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പഠനം നടത്തിയിരുന്നു. ആ പഠനവുമായി ബന്ധപ്പെട്ട് കൊച്ചി നഗരത്തിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. ഇതിൽ ബ്രേക്ക് ത്രൂവുമായി ബന്ധപ്പെട്ട നമ്മുടെ വർക്കുകൾ 100% പൂർത്തീകരിക്കാത്തതുണ്ട്. മുല്ലശ്ശേരി കനാലുമായി ബന്ധപ്പെട്ട് ഞാനെന്താ പറഞ്ഞത്, വാട്ടർ അതോറിറ്റിയുടെ നമ്മളത് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. അത് മാറ്റുവാനായിട്ടുള്ള സാഹചര്യത്തിന് കുറച്ച് പണം അടക്കേണ്ട വന്ന് ആ പണം അടച്ചതിന് ശേഷം അതിന് കുറച്ച് താമസങ്ങൾ വന്ന് ഒരു കോർഡിനേഷൻ്റെ കുറവ് ഉണ്ടായിട്ടില്ല. ജില്ലാ കളക്ടറും അതിന് ബന്ധപ്പെട്ട മേയറും കോർപ്പറേഷനും PWDയും എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെ വന്ന് കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാണ്ട് പോലും ഇവിടെ കാര്യങ്ങൾ മറന്നു പോകരുത്. കഴിഞ്ഞ സൗമിനി ജെയിൻ മേയറായിരിക്കുമ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോലും കയറാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ആ സ്ഥിതിയല്ലല്ലോ ഇപ്പോൾ. ഇവിടെ അഭിലാഷ് തന്നെ പറഞ്ഞത് എന്താ? അഭിലാഷ് പറഞ്ഞത് KSRTCയും അതേപോലെ തന്നെ MG റോഡിനെ കുറിച്ചാണ് പറഞ്ഞത്. 2 സ്ഥലത്ത് മാത്രമാണ് വെള്ളക്കെട്ടിനെ കുറിച്ച് കൊച്ചി നഗരത്തിൽ പറഞ്ഞത്. MG റോഡിലെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ച് അവിടെ അശാസ്ത്രീയമായിട്ട് CSMLൻ്റെ വർക്ക് നടന്നത് കൃത്യമായി മാറ്റാൻ വേണ്ടി PWDയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പുതിയ എസ്റ്റിമേറ്റ് എടുത്ത് ഗവൺമെൻറ്റിലേക്ക് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ അഭിലാഷ് ഈ സൗത്തിലും അതേപോലെ പനമ്പള്ളി നഗരമൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ ഇത്ര മഴ പെയ്തു കഴിഞ്ഞാൽ ഏത് കാലത്തും വെള്ളം കെട്ടും. ഞാൻ ആദ്യം അഭിലാഷോട് പറഞ്ഞില്ലേ, നോർത്തിൽ ഏത് രീതിയിൽ വെള്ളം കെട്ടിക്കൊണ്ടിരുന്ന വെച്ചാണ്. അതിൻ്റെ തൊട്ടടുത്തൊക്കെ വലിയ വലിയ തോടുകൾ പണിതതിന് ശേഷമാണ്. ഇവിടെ പേരണ്ടൂർ കനാൽ കോരിയിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സഹ കൗൺസിലർ തൊട്ടടുത്ത ഡിവിഷനാണ്. ഞങ്ങളുടെ പ്രദേശത്തൊന്നും ഒരു തുള്ളി പോലും വെള്ളം, ഞാൻ ഈ ചാനലിൽ ഇരുന്നല്ലേ പറയണത്, ഒരൊറ്റ സ്ഥലത്തും വെള്ളം കയറിയിട്ടില്ല. നന്നായി ഞാൻ പറയട്ടെ, ഞാൻ സംസാരിക്കട്ടെ. ദീപ്തിയുടെ സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ച് MP രാജേഷ് മിനിസ്റ്ററെ കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ചെല്ലാം സംസാരിച്ചു. ഞാൻ അത് സംസാരിക്കാനല്ല, ഞാൻ സംസാരിക്കട്ടെ. അല്ലല്ല, കണ്ടോട്ടെ. എനിക്കറിയാം, ജനങ്ങൾ കാണുന്നുണ്ട് എവിടെയെല്ലാമാണ് വെള്ളക്കെട്ട് ഉണ്ടാക്കണത്, എന്തെല്ലാം സംഭവിച്ചിരിക്കണമെന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ത് ചെയ്ത്, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മന്ത്രി എന്ത് ചെയ്തെന്ന് സംസാരിക്കാൻ ഞാൻ വന്നതല്ല. അതേപോലെ തന്നെ കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ മന്ത്രി ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ട് ബ്രേക്ക് ത്രൂവിൻ്റെ വർക്കും അതേപോലെ എല്ലാവർക്കും കൃത്യമായി കോർഡിനേഷൻ നടത്തുന്നു. ഇവിടെ നമുക്ക് അഭിലാഷിന് തന്നെ അറിയാമല്ലോ, ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞതിന് ശേഷം എത്രയോ പ്രാവശ്യം അല്ലല്ല കോർഡിനേഷൻ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ കോർഡിനേഷന്റെ ഭാഗമായി കൊച്ചി നഗരസഭയ്ക്ക് എത്രയോ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഞാനൊന്ന് പറഞ്ഞു ഞാനിത് രാഷ്ട്രീയമായിട്ട് സംസാരിക്കാനല്ല. ഇന്ന് നഗരത്തിലെ കൂടുതൽ ഈ ചാനലുകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം കൊച്ചി നഗരസഭയായിട്ട് ബന്ധപ്പെട്ടതല്ല. കളമശ്ശേരിയും മറ്റുള്ള സ്ഥലത്ത് അത് ഞാൻ ഞാൻ ഇതായിട്ട് പറയണല്ല. പക്ഷെ അതില് ഇന്ന് നഗരത്തിൽ പല സ്ഥാപനങ്ങളുടെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ട്, പല വീടുകളുടെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭരണകർത്താക്കൾ എല്ലാം അറിയുന്നവരൊന്നുമല്ല. ഇതേപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അത്തരം കാര്യങ്ങൾ ഇടപെടണം, അത് ചെയ്യണം. അല്ലാതെ നമ്മൾ ഇത്ര തർക്കിച്ചു പോലല്ല. അഭിലാഷ് ചോദിച്ചത് ഞാൻ പൂർണ്ണമായി. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഡോക്ടർ അജിൽ, വരുന്ന ദിവസങ്ങളിലെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? നമുക്ക് ഒരുപക്ഷെ വളരെ കൃത്യമായ ഒരു ഫോർകാസ്റ്റ് നൽകാൻ പറ്റില്ല എങ്കിലും ഇന്നിപ്പോൾ ഉണ്ടായതിന് സമാനമായ വിധത്തിലുള്ള മഴ നാളെയും മറ്റന്നാളും അതിനടുത്ത ദിവസവും ജൂൺ 1-ന് മുമ്പായി വരുന്ന ദിവസങ്ങളിൽ വളരെ ശക്തമായ മഴ തന്നെ ഉണ്ടാകുമോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മധ്യ കേരളം തൊട്ട് ഏകദേശം കിഴക്ക് ഭാഗത്തേക്കല്ല, ആ ഒരു നമ്മുടെ സൗത്ത് സൈഡിലേക്ക് രാവിലത്തെ മഴമേഘങ്ങളുണ്ടായിരുന്നു, അതിശക്തമായിട്ടുള്ള മഴമേഘങ്ങളുണ്ടായിരുന്നു. പക്ഷേ വളരെ റീസെൻ്റ് ആയിട്ടുള്ള അനലൈസ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ആ മേഘങ്ങൾ മുഴുവൻ ഡിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ശക്തമായിട്ടുള്ള മഴയുടെ സാഹചര്യം ആ പ്രദേശങ്ങളിലൊന്നും നിലനിൽക്കുന്നില്ല. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ വടക്കോട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, ആ ഒരു ഭാഗങ്ങളിലേക്കാണ്
നമുക്ക് ചെറിയ തോതിൽ ആണെങ്കിൽ പോലും മഴ ലഭിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ ഈ ആദ്യമേ തന്നെ സൂചിപ്പിച്ചതുപോലെ മൺസൂണിൻ്റെ ഓൺസെറ്റ് ഫേസിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലുള്ള സ്ഥലങ്ങളിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പല വേരിയേഷൻസ് ഉണ്ടാവാം. ലോക്കലായിട്ടുള്ള പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കൃത്യമായിട്ടുള്ള നമ്മുടെ കാലാവസ്ഥാ പ്രവചനങ്ങളും നമ്മൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക. ആളുകൾ ജാഗ്രതയോടെ ഇരിക്കുക. മഴക്കാലമാണ്, പെരുമഴക്കാലമാണ്. ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യാം. എല്ലാവരും ജാഗ്രത പുലർത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. 3 പാനലിസ്റ്റുകൾക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.